ഞാൻ ഒരു ഡിബേറ്റിൽ പങ്കെടുക്കുമ്പോൾ അവരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ഡിബേറ്റിൽ പ്രധാനമായും ഉയർന്നു കേട്ടത് ഈ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ ഒരു കാരണഭൂതനില്ല എന്ന് പറയാൻ ശ്രമിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളായ നിരീശ്വരന്മാരെയാണ്. നിരീശ്വരന്മാർ പലപ്പോഴും ഒരു വലിയ അബദ്ധം നമ്മുടെ ഇടയിൽ പറയാറുണ്ട്. അവരുടെ വാക്കുകളുമൊക്കെ കേട്ടാൽ അവർ പറയും, ഈ ബൈബിളും ചിന്തയും ഒക്കെ വിട്ടിട്ട് ശാസ്ത്രത്തിലേക്ക് തിരിയണം. എന്തിനാണ് ബൈബിളും അനുബന്ധ കാര്യങ്ങളും വിട്ടിട്ട് ഞങ്ങൾ തിരിയുന്നത്? ഞങ്ങൾ ശാസ്ത്രത്തിൻ്റെ വഴികളിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത്. അതിന് ബൈബിൾ മാറ്റിവെക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് നിങ്ങൾ നിരീശ്വരത്തെ മാറ്റിവെച്ചിട്ടാണ് ഈ ശാസ്ത്രത്തിൻ്റെ പിന്നാലെ വരേണ്ടതെന്ന് ഞാൻ പറയും. കാരണം ഇന്ന് വരെ ഒരു ശാസ്ത്ര പ്രതിഭയ്ക്ക് കിട്ടാവുന്ന പരമാവധി പരിഗണന നോബൽ പ്രൈസ് ആണെങ്കിൽ ഇന്ന് വരെ കിട്ടിയ നോബൽ പ്രൈസുകളുടെ കണക്കെടുത്താൽ അതിൽ 70% ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ പുരോഗതിക്ക് 70% നോബൽ പ്രൈസ് കരഗതമാക്കിയ ആളുകളൊക്കെ തന്നെ ഈ പുസ്തകത്തിൻ്റെ വക്താക്കളായിരുന്നു. ആ വലിയ സത്യമൂർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പുസ്തകം വായിച്ചവരോ പ്രചരിപ്പിച്ചവരോ ആയ ആയിരക്കണക്കിന് ആളുകളാണ് ആ നോബൽ പ്രൈസ് അധികം കരഗതമാക്കിയത്. നിങ്ങൾക്കറിയില്ലേ, മൈക്കൽ ഫാരഡെ, നാം ഈ വൈദ്യുതി കാണുമ്പോൾ അതിന് കാരണഭൂതനായ വൈദ്യുതിയുടെ പിതാവേ, ഇനിയും ഗ്രിഗർ മെൻഡൽ എന്ന് കേട്ടിട്ടില്ലേ? നാം അറിയുന്ന ഐസക് ന്യൂട്ടനില്ലേ? നാം അറിയുന്ന ആൽബർട്ട് ഐൻസ്റ്റീനില്ലേ? നാം അറിയുന്ന ജോണാസ് കെപ്ലറില്ലേ? അങ്ങനെ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാരുടെ കുലം പരിശോധിച്ചാൽ, അവരുടെ തറവാട് പരിശോധിച്ചാൽ, അവരുടെ ആധ്യാത്മിക ചിന്ത പരിശോധിച്ചാൽ ബൈബിളിൻ്റെ പഴയ നിയമമോ പുതിയ നിയമമോ ഏതെങ്കിലും വിധത്തിൽ ആധ്യാത്മികതയുടെ ഭാഗമാക്കി ചിന്തിക്കാത്ത ആളുകളായിരുന്നില്ല അവർ ഗ്രഹിച്ച, അവർ മനസ്സിലാക്കിയ ആ ദൈവത്തെയാണ് ഈ രാത്രി ഞങ്ങളും സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി പരിതാപകരമായ ഒരു കാര്യം പറയട്ടെ, ദൈവത്തെ നിരാകരിക്കുന്ന, ദൈവികമായ പ്രപഞ്ച നിയമങ്ങളെയൊക്കെ നിരാകരിക്കാൻ ശ്രമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട യുക്തിവാദി സുഹൃത്തുക്കൾ ഒരു കാര്യം പറയണം. ഇന്ന് ലോകമാർജിച്ച മേന്മയ്ക്കും ശാസ്ത്ര സാങ്കേതിക പുരോഗതിക്കും പിന്നിൽ അധ്വാനിച്ച നിങ്ങളുടെ ആളുകളൊരു കണക്ക് പറയാമോ? ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ശാസ്ത്രരംഗത്ത് നിങ്ങൾ കൊടുത്ത സംഭാവന, ശാസ്ത്രരംഗത്തല്ല, ആകെ കിട്ടിയ യുക്തിവാദികളുടെ നോബൽ പ്രൈസിൻ്റെ കണക്കെടുത്താൽ അതേതാണ്ട് 9% താഴെയാണ്. 9% താഴെ നോക്കണം. 9% കിട്ടിയത് തന്നെ എന്തിനാണെന്നറിയണ്ടേ? നോവൽ എഴുതിയതിന്, കഥ എഴുതിയതിന്, കവിത എഴുതിയതിനൊക്കെയാണ്. സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസൊക്കെ കിട്ടിയവരുണ്ട്. എന്നാൽ ശാസ്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയ നിരീശ്വരന്മാരുടെ അംഗസംഖ്യ ദാരിദ്ര്യരേഖയ്ക്ക് വളരെ വളരെ താഴെയാണ്. അങ്ങനെ 9% കഷ്ടിച്ച് അവാർഡുമൊക്കെ വാങ്ങിയ, പരിഗണന വാങ്ങിയ നിരീശ്വരന്മാർ 70%-ഓളം ആ നൊബേൽ പ്രൈസ് വാങ്ങിയ യേശുവിൻ്റെ അനുഗാമികളായ ഞങ്ങളെ ശാസ്ത്രം പഠിപ്പിക്കാൻ തൽക്കാലം വളർന്നിട്ടില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ ആ വിഷയം വിടുന്നു. അപ്പോൾ പക്ഷെ ഒരു ചോദ്യം ഉൽപ്പത്തി പുസ്തകം അവശേഷിപ്പിക്കുന്നുണ്ട്. എന്താണതെന്ന് അറിയണ്ടേ? ഇത് സൃഷ്ടിയുടെ ആരംഭമാണ്. ഹൗ ദിസ് വേൾഡ് എക്സിസ്റ്റ്, എങ്ങനെയാണ് ഈ ലോകമുണ്ടായത് എന്നൊന്ന് പറയുക. അപ്പോൾ അത് പറഞ്ഞു വരും വഴിക്ക് സ്വാഭാവികമായി ഒരു ചോദ്യം ഉരുത്തിരിയും. അല്ലയോ ഉൽപ്പത്തിയുടെ ഗ്രന്ഥകര, അങ്ങ് പറഞ്ഞു ആദിയിൽ ദൈവം സ്വർഗഭൂമികളെയൊക്കെ സൃഷ്ടിച്ചു, നല്ല കാര്യം. പക്ഷെ സംശയം അതല്ലെന്നേ. ഒരു മനുഷ്യൻ ചോദിക്കുക, അല്ലെങ്കിൽ ഒരു കുട്ടി ചോദിക്കുക, അതിനു മുമ്പ് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ലോകം, ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഉത്തരം പറയാൻ കഴിയില്ല. നമുക്ക് മാത്രമല്ല, സയൻറ്റിസ്റ്റുകൾക്കും കഴിയില്ല. അതിനു മുമ്പ് ചില ഊഹങ്ങളൊക്കെ പറയാൻ പറ്റിയേക്കും. പക്ഷേ അങ്ങനെ വിടുന്ന ആളല്ല മോശ. അദ്ദേഹം മരിക്കും മുമ്പ് തന്നെ ഇതിനൊരു ഉത്തരം നമുക്ക് തന്നു. കാരണം മോശയുടെ അറിവുകൾ അങ്ങകലെ ഈജിപ്തിലെ ഒരു കലാശാലയിൽ നിന്ന് പഠിച്ചവയല്ല. അദ്ദേഹം അവിടെ പഠിച്ചിട്ടുണ്ട്, അറിവുകൾ ആർജിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പുസ്തകത്തിൽ പ്രതിഫലിക്കുന്ന അറിവൊക്കെ ഉയരത്തിലെ ചിന്തയാണ്. ഉയരത്തിലെ ചിന്ത അത് വെളിപ്പാടുകളുടെ പ്രചോദനത്താൽ രൂപപ്പെട്ടതാണ്. അതുകൊണ്ട് അദ്ദേഹം അത് തീരും മുമ്പ് 90-ാം സങ്കീർത്തനത്തിൽ ഉൽപ്പത്തിക്ക് മുമ്പിലേക്കൊന്ന് ഇറങ്ങാൻ ശ്രമിക്കുന്നു. ഉൽപ്പത്തിക്ക് വളരെ 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 അല്പം പുറകിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നു. അതാണ് ശരി. ഞാനത് നിങ്ങളെ ഒന്ന് വിശദീകരിച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കി തരാം. ഈ ലോകത്തിൻ്റെ സൃഷ്ടി മുതൽ നമ്മൾ ഇങ്ങോട്ടൊരു പോയിൻ്റ് കൊടുക്കുന്നു. എന്നിട്ട് ഇങ്ങനൊരു വരയിട്ട് പോകുക, അങ്ങോട്ട് പോകുകയെന്ന് വിചാരിക്കുക. ലോകം തുടങ്ങുന്നു, അല്ലെങ്കിൽ ആദിയിൽ ആ യാത്ര ഇങ്ങോട്ട് തുടങ്ങി 6 ദിവസം കഴിയുന്നു, ശബത്താചരണം നടക്കുന്നു. അതുമൊക്കെ കഴിഞ്ഞ് മനുഷ്യകുലമുണ്ടാകുന്നു, ശബത്താചരണം നടക്കുന്നു. പിന്നെ ഇങ്ങോട്ട് നമുക്ക് നോഹയെ കാണാൻ സാധിക്കുന്നു, അബ്രഹാമിനെ കാണാൻ സാധിക്കുന്നു, ഇസഹാക്കിനെ കാണാൻ സാധിക്കുന്നു, ദാവീദിനെ കാണാൻ സാധിക്കുന്നു, യേശുക്രിസ്തുവിനെ കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഇന്ന് വരെയുള്ള മനുഷ്യചരിത്രം നമുക്കിങ്ങനൊരു വരയിട്ട് ഗ്രാഫ് അടയാളപ്പെടുത്തി നമ്മളിന്ന് ഈ കൺവെൻഷൻ നടക്കുന്ന സ്ഥലം വരെ എത്തിക്കാൻ പറ്റുമല്ലോ. സാധിക്കും. മുമ്പോട്ട് പ്രോഗ്രസീവായി ഇത് കൊണ്ടുപോയി പ്രധാന സംഭവങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റും.
പക്ഷെ പ്രശ്നം എന്താണെന്നറിയണ്ടേ, അപ്പോഴും ഒരു ചോദ്യം കിടക്കുന്നു, ഇതിൻ്റെ പിന്നിലെന്താ, ഇതിൻ്റെ പിന്നിലെന്താ, ഇതിൻ്റെ പിന്നിലെന്താ? ഇങ്ങനെ ചോദിക്കുന്ന കുട്ടിയുടെ ആകാംക്ഷയെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പറയും അതൊക്കെ അങ്ങ് വിട്ടേക്ക്, അതിനു മുമ്പ് ശൂന്യതയായിരുന്നു, ആ ശൂന്യതയുടെ റീസൺ എന്താ, അതിനൊക്കെ കാരണം പറഞ്ഞേ പറ്റും. അപ്പോൾ കുട്ടിയുടെ ആകാംക്ഷ തല്ലിക്കെടുത്തിക്കൊണ്ടല്ല അത് തുടങ്ങുന്നത്. വാസ്തവത്തിൽ ബൈബിളിൻ്റെ ലോകക്രമം മുമ്പേ ഇട്ടതുപോലൊരു വരയല്ല, അതുകൊണ്ടാണ് മനസ്സിലാക്കാൻ പ്രയാസം. ബൈബിളിൻ്റെ ലോകക്രമം ഇങ്ങനെ നേരെ ഒരു വരയിട്ട് പോകുന്ന പ്രക്രിയയല്ല. പകരം നിങ്ങൾ ആ സ്ഥാനത്ത് ഒരു വൃത്തം വരയ്ക്കുക, ഒരു വൃത്തം. ഈ വൃത്തത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ആദിയിൽ തുടങ്ങാം. നിങ്ങളെവിടെ കുത്തുന്നോ അവിടെയാണ് ഉൽപ്പത്തി. മനസ്സിലായല്ലോ? ഇനി നമ്മൾ തുടങ്ങുക. ഇങ്ങനെ അങ്ങോട്ട് പോയി നമ്മളെവിടെ വരും? നേരെ പിന്നിൽ വരും, നേരെ പിന്നിൽ. അതിനാണ് നമ്മൾ നിത്യത എന്ന് പറയുന്നത്. ആ റൗണ്ടിന് ഒരു സവിശേഷതയുണ്ട്. ഞാനല്ല ഈ റൗണ്ട് വരച്ചതേ, നമ്മുടെ കർത്താവ് തന്നെയാണ്. ഇത് സംശയമുണ്ടല്ലേ? കർത്താവ് ഇങ്ങനെ ഒരു റൗണ്ട് വരച്ചിട്ടുണ്ടോ? ഉണ്ടെന്നേ. പറഞ്ഞു തരാം. ആ റൗണ്ടിലേക്കൊരു ചെറിയ ശ്രമം നടത്തിയാളാ മോശ. ഉൽപ്പത്തി വിശദീകരിച്ച മോശ പറയുകയാണ്, കർത്താവേ, അങ്ങ് തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും ഉൽപ്പത്തി 1:1 പർവ്വതങ്ങളുണ്ടായതിനും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സ്ഥാപിക്കും മുമ്പ് അങ്ങ് അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാകുന്നു. ഉൽപ്പത്തിക്ക് പുറകോട്ടിറങ്ങി. തൃപ്തി പോരാ, കർത്താവ് പൂരിപ്പിച്ചു. എങ്ങനെയാണെന്നറിയണ്ടേ? ക്രൂശീകരണത്തിൻ്റെ കുറേ നാൾക്ക് മുമ്പ്, നേരത്തിന് മുമ്പ് യോഹന്നാൻ 17-ാം അധ്യായം 4 മുതൽ അങ്ങോട്ട് പറയുമ്പോൾ പറയുക, സ്വർഗസ്ഥ പിതാവേ, ലോകാരംഭത്തിനു മുമ്പ് നിൻ്റെ അടുക്കൽ എനിക്കുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് നീ എന്നെ ചേർത്ത് കൊള്ളണം. യേശു എങ്ങോട്ടാണ് പോയത്? ഇങ്ങനെ മുമ്പോട്ടല്ല, ലോകാരംഭത്തിനു മുമ്പ്, പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് പുത്രൻ പിതാവിനോടൊപ്പം എവിടെയായിരുന്നു? അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസ്യരൂപമെടുത്തു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ഇങ്ങോട്ട് വന്നു. അതിനു മുമ്പേ ആ സമത്വത്തിൽ പിതാവിനോടൊപ്പമായിരുന്നെങ്കിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ചെന്ന് പിതാവിൻ്റെ മഹിമയുടെ വലത്തുഭാഗത്താണ് ജീവിക്കുന്നത്. അപ്പോൾ എടുക്കപ്പെടുമ്പോൾ നമ്മളും അവനോടുകൂടെ അവിടെ ചെല്ലുന്നു. അവിടെ വൃത്തം പൂർത്തീകരിച്ച് കണ്ടോ? ഇങ്ങനെയാണ് അതിൻ്റെ ക്രമം. സന്തോഷമായോ? കാര്യം മനസ്സിലായോ? ഇതേ യോഹന്നാൻ പൂരിപ്പിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഉൽപ്പത്തിക്ക് പുറകിലേക്കും 90-ാം സംഘത്തിൻ്റെ പുറകിലേക്കും യോഹന്നാൻ ഇറങ്ങിയിട്ട് പറയാ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നിട്ടൊന്നുകൂടി പറഞ്ഞു, ആ വചനം ജഡം ധരിച്ച് നമുക്കിടയിൽ പാർത്തു. ഞാനിനി അതൊന്ന് വിശദീകരിക്കാം. സന്തോഷമല്ലേ? കേൾക്കുന്നുണ്ടോ? സ്തോത്രം. വചനം ജഡം ധരിച്ച് നമ്മുടെ ഇടയിൽ പാർത്തു. ഇനി പറയുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാത്തവർക്കൊന്നും മനസ്സിലാവില്ല എന്ന കാര്യം ഞാൻ ഗ്യാരണ്ടി തരാം. ശ്രദ്ധിച്ച അനായാസനം മനസ്സിലാക്കുന്ന സിമ്പിളായ കാര്യങ്ങൾ പറയുക. 1947 ചാവുകടലിൻ്റെ പടിഞ്ഞാറേ തീരത്ത് ഒരു സംഭവമുണ്ടായി. 1947 മറക്കില്ലല്ലോ, സ്വാതന്ത്ര്യലബ്ധി നമുക്ക് കിട്ടിയ വർഷം. യോർദാൻ വന്ന് പതിച്ചു രൂപപ്പെടുന്ന ചാവുകടലിൻ്റെ പടിഞ്ഞാറേ തീരം. ആ സ്ഥലത്തിന് ചാവുകടലിൻ്റെ 2 അതിരുകൾക്ക് പറയുന്ന പേരാണ് ഏൻ ഗദി, അടുത്ത അതിരിന് പറയും ഏൻ എഗ്ലയീം. ഇത് നമ്മൾ എസെക്കിയേൽ പ്രവചനത്തിൽ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ തീരത്ത് ഏൻ ഗദി മുതൽ ഏൻ എഗ്ലയീം വരെ നിന്ന് മീൻ പിടിക്കാർ വല വീശും. അപ്പോൾ ഏൻ ഗദിക്കും ഏൻ എഗ്ലയീമിനും ഇടയിൽ ധാരാളം പ്രകൃതിദത്തമായ ഗുഹകൾ കൊണ്ട് നിറഞ്ഞൊരു സ്ഥലമുണ്ടായിരുന്നു. നല്ല തണുപ്പാണ് അവിടെ. ഈ ഗുഹകൾ നിലനിന്നിരുന്ന സ്ഥലത്തിന് ഒരു പേർ പറയുമായിരുന്നു. ആ സ്ഥലത്തിൻ്റെ പേര് കുംറാൻ എന്നായിരുന്നു. കുംറാൻ. ഈ കുംറാൻ ഭൂപ്രദേശത്തെ മൊത്തത്തിൽ വിളിച്ച പേര്
കിർബത്ത് കുമ്രാൻ അല്ലെങ്കിൽ വാടി കുമ്രാൻ എന്നൊക്കെയായിരുന്നു. ഇതുവഴി 1947 ഒരാട്ടിടയ ബാലൻ ആടുകളെ മേയിച്ചു പോവുകയാണ്. അയാളുടെ പേര് മുഹമ്മദ് അൽ ദിബ് എന്നായിരുന്നു. മുഹമ്മദ് അൽ ദിബ് എന്ന് പ്രാകൃതനായ ഒരു ആട്ടിടയ ബാലൻ, ഒരു ബെഡൂവിയൻ ഗോത്രക്കാരൻ, നമ്മൾ കാട്ടറബി എന്നൊക്കെ വിളിക്കുന്നൊരു പയ്യൻ ആടിനെ തെറ്റിപ്പോവാണ്. അവൻ്റെ ഒരു ആടിനെ കാണാതെ പോയി. ആടിനെ കാണാതെ പോയപ്പോൾ ഈ പയ്യൻ ഈ ഗുഹകൾക്കകത്തെവിടെയോ ആട് പെട്ടിരിക്കാം എന്നോർത്തൊരു കല്ലെടുത്തെറിഞ്ഞു. ആ കല്ല് ചെന്ന് കൊണ്ട നാദം ഒരു മണിനാദം പോലെ അവന് തോന്നി. അൽദിബ് ഇവിടേക്ക് ഓടിക്കയറി ആകാംക്ഷ കൊണ്ട്. അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ഏതാണ്ടൊരു മനുഷ്യനോളം പൊക്കമുള്ള ഒരു കളിമൺ ഭരണി. ആ ഭരണിയിലാണ് കല്ലുകൊണ്ടത്. കട്ടിയുള്ള കളിമൺ ഭരണി അതുകൊണ്ട് പൊട്ടിയില്ല. അതിന് അവൻ ആകാംക്ഷ കൂടിയിട്ട് ഇതിൻ്റെ മേൽമൂടി എടുത്തു മാറ്റി ചെരിച്ച് അതിനകത്തേക്ക് നോക്കുമ്പോൾ അതിനുള്ളിൽ ചുരുട്ടി വച്ചിരിക്കുന്ന കുറേ ചുരുളുകൾ കണ്ടു. മൃഗത്തിൻ്റെ തോലുകളാണ്. ഈ ചുരുളുകൾ വലിച്ച് അയാൾ പുറത്തേക്കിട്ടു. എന്തൊക്കെയോ അതിലെഴുതിയിരിക്കുന്നു. വായിക്കാനറിയില്ല. അയാൾ ഒട്ടും വിട്ടില്ല. ഇത് വാരി വലിച്ചു കൊണ്ടുവന്നു. സിറിയയിലെ ഒരു തുകൽ വ്യാപാരിക്ക് അത് വിറ്റു. തുകൽ വ്യാപാരി അത് വെട്ടിമുറിച്ച് ബാഗ് തുന്നാൻ ശ്രമിക്കുമ്പോൾ അവിചാരിതമായി അവിടെ സിറിയൻ ആർച്ച് ബിഷപ്പ്, ഓർത്തഡോക്സ് സഭയുടെ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോഷുവ സാമുവൽ എത്തുന്നു. അദ്ദേഹം ഈ തുകൽ ചുരുൾ കണ്ട് അമ്പരന്നിട്ട് ആ തുകൽ വ്യാപാരിയോട് ചോദിച്ചു, താങ്കൾക്കിത് എവിടെ നിന്ന് കിട്ടി? ഇതിൻ്റെ വില എന്ത് വേണം? അതെങ്കിൽ ചോദിച്ച വില കൊടുത്ത് അദ്ദേഹം അത് വാങ്ങി. എന്തായിരുന്നു എന്ന് കേൾക്കണ്ടേ? ബൈബിളിലെ യെശയ്യാ പ്രവാചകൻ്റെ പ്രവചനത്തിൻ്റെ ഒരു കൈയെഴുത്തു പ്രതി. യെശയ്യാവ് നേരിട്ട് എഴുതിയതല്ല. യെശയ്യാവിൻ്റെ പ്രവചനത്തെ ആസ്പദമാക്കി രൂപപ്പെട്ട 2-ാം നൂറ്റാണ്ടിലെ ഒരു തുകൽ ചുരുളാണ് ആ കണ്ടത്. അന്നങ്ങനെയാണ് ഈ മൃഗത്തിൻ്റെ തോലിലാണ് ഈ ബൈബിളിലെ ഗ്രന്ഥങ്ങളൊക്കെ എഴുതുന്നത്. ആടിൻ്റെയോ അധികം പ്രായമില്ലാത്ത കാളയുടെയോ തോലിലാണ്. ഇതൊരാൾ ഞാൻ ക്ലാസ് എടുക്കുന്ന കേട്ടിട്ട് ചോദിച്ചു, അത് കൊള്ളാമല്ലോ, ഈ ആടിൻ്റെയും കാളയുടെയൊക്കെ ദേഹത്തെ എഴുതിയിട്ട് ഇതിനെ തിന്നാൻ വിടുമോന്ന്. എനിക്ക് അന്നേരം തോന്നിയത്, ഒരാടിനെ വിളിച്ചുകൊണ്ട് വരുന്നു, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ എഴുതിയിട്ട് പറയുന്നു, പോയി വെള്ളം കുടിച്ചിട്ടു അതിനെ വിടുന്നു. അപ്പം 2-ാം അധ്യായത്തിന് വേണ്ടി അടുത്ത ആട് വരുന്നു. അപ്പോൾ നമ്മൾ വായിക്കണേ, ഒരാടിനെ കൂട്ടിന്ന് കൊണ്ടുവന്നിട്ട് മത്തായി വായിച്ചു വിടുന്നു. അങ്ങനെയല്ല. ഇതിൻ്റെ തോല് ശാസ്ത്രീയമായി സംസ്കരിച്ച് നമ്മുടെ ഈ തബലക്കൊക്കെ എടുക്കുന്ന പോലെ അതിലാണ് എഴുതുന്നത്. ഇതിന് പാർച്ച്മെൻറ്റ്സ് എന്നാണ് പറയുക. ഈ പാർച്ച്മെൻറ്റ്സിൽ ഇങ്ങനെ എഴുതണമെങ്കിൽ, ബൈബിളിൻ്റെ പ്രതി എടുക്കണമെങ്കിൽ എല്ലാവർക്കും അധികാരമില്ല. അത് എഴുതാൻ അധികാരമുള്ളവൻ്റെ പേരാണ് ശാസ്ത്രി. ഈ ശാസ്ത്രി ലൈസൻസ്ഡ് എഴുത്തുകാരനാണ്. ഒരു ശാസ്ത്രി ബൈബിളിൻ്റെ കോപ്പി എഴുതുമ്പോൾ 17 നിബന്ധനകൾ പാലിച്ചിരിക്കണം. ഞാനവയെല്ലാം പറയുന്നില്ലെങ്കിലും എൻ്റെ ഗൗരവം പരിഗണിച്ച് 1-2 പറയാം. ഒരേ വലിപ്പമുള്ള തുകൽ ചുരുളെ എടുക്കാവൂ. എഴുതുന്ന വേളയിൽ പ്രത്യേകം തയ്യാറാക്കിയ കറുത്ത മഷിക്ക് വേണം എഴുതാൻ. തൂലിക അതിൽ മുക്കി. അടുത്ത നിബന്ധന, ഒരു വരിയിൽ ഇങ്ങനെ തിരച്ചീനമായി 13 അക്ഷരങ്ങളെ എഴുതാവൂ. താഴേക്ക് 30 അക്ഷരങ്ങളിൽ അധികം വരാൻ പാടില്ല. 2 അക്ഷരങ്ങൾ തമ്മിൽ ഒരു തലനാരിഴയുടെയെങ്കിലും അകലമുണ്ടായിരിക്കണം. അടുത്ത നിയമം, ഇതെഴുതുന്ന വേളയിൽ ദൈവത്തിൻ്റെ പേരെഴുതിയ ആ തൂലിക ഒടിച്ചു കളയണം. അതുകൊണ്ട് മറ്റൊന്നും എഴുതിക്കൂടാ. ഇനി അടുത്തൊന്നുണ്ട്. എഴുതിക്കൊണ്ടിരിക്കുന്ന വേളയിൽ അവിടേക്ക് രാജാവ് കയറി വന്നാൽ പോലും അഭിവാദ്യം സ്വീകരിക്കുകയോ അഭിവാദ്യം മടക്കുകയോ ചെയ്യരുത്.
താങ്കൾ ചെയ്യുന്നത് മഹാരാജാവിൻ്റെ ജോലിയാകയാൽ മൈൻഡ് ചെയ്യാനേ പാടില്ല. ഇനി ഇതിലേതെങ്കിലും ഒന്ന് തെറ്റിപ്പോയാൽ അതിൽ തിരിച്ച് ഒരു ഗുണനചിഹ്നമിട്ട് വെട്ടി മാറ്റി വെച്ച് ആലയത്തിൻ്റെ പിന്നിലുള്ള ഗനീസ എന്നറിയപ്പെടുന്ന അൽമാരയിലിടണം. അൽമാര നിറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്തു കൊണ്ടുവന്ന് തീയിട്ട് ചുട്ടുകളയുകയോ അതിലെ ചാരം പോലും പുറത്തു വരാതെ അക്ഷരം തെളിഞ്ഞു നിൽക്കാതെ നശിപ്പിച്ചു കളയണം. ഒരു കാരണവശാലും അയോഗ്യമായ കൃതികൾ പ്രചരിച്ചുകൂടാ. ഇങ്ങനൊക്കെ കിട്ടിയ ഒരു കിതാബും കൊണ്ടാണ് നമ്മളിന്ന് രാത്രിയിലൂടെ വന്നിരിക്കുന്നത്. അന്നേരം ചില പുള്ളികൾ പറയും ഇതിനകത്ത് തെറ്റുണ്ട്, ഇത് തിരുത്തിയിട്ടുണ്ട്, ഇതിനകത്ത് ഏതാണ്ട് കുഴപ്പമുണ്ട്. പറഞ്ഞ പുള്ളികളോടൊരു കാര്യം പറയാം. 7 തലമുറയിലെ മുത്തച്ഛൻ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നാലും ആ തെളിവൊന്നും കാണിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. മനസ്സിലായില്ലേ? ഇത് യഹോവയുടെ വചനം. ഹല്ലേലൂയ. നിലത്തുലയിൽ ഉരുക്കി 7 തവണ ശോധന ചെയ്ത് പുറത്തു വന്ന ഈ പവിത്ര ഗ്രന്ഥമാണ് ലോകത്തേറ്റവും അധികം വായനക്കാരുള്ളത്. ഏതായാലും അൽദിബിലേക്കൊന്ന് വരണം. അയാൾ വിറ്റ ഈ തുകൽ ചുരുള് കോടിക്കണക്കിന് പണം മുടക്കിയാണ് ബ്രിട്ടീഷ് ലൈബ്രറി, ബ്രിട്ടീഷ് മ്യൂസിയം വിലക്കി വാങ്ങി ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. പോകട്ടെ. പിന്നെ ഇവിടെ ഈ സാമൂലും കൂട്ടരും വന്ന് വലിയൊരു ഉത്ഖനന പഠനമാണ് നടത്തിയത്. 10-14 ഗുഹകൾ, അതിനകത്ത് നിരവധി ഭരണികൾ, അതിനകത്ത് നിരവധി ഗ്രന്ഥച്ചുരുളുകൾ. ഒറ്റ വാക്കിൽ ഉപസംഹരിക്കാം ആ ഭാഗം. വിശുദ്ധ ബൈബിളിലെ ഉൽപ്പത്തി മുതൽ 39ാമത് കൃതിയായ മലാക്കി വരെയുള്ള പഴയ നിയമ പുസ്തകങ്ങളിൽ എസ്തേർ ഒഴികെയുള്ള 38 പുസ്തകങ്ങളുടെയും പ്രതികൾ അവർ കണ്ടെടുത്തു ഇതിൽ നിന്ന്. കൂടാതെ പാട്ടുപുസ്തകങ്ങൾ, പ്രാർത്ഥന പുസ്തകങ്ങൾ, അവരുടെ പ്രതീക്ഷകൾ ഒക്കെ സംക്ഷേപിച്ചിരിക്കുന്ന ദർശന കൃതികൾ ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പം ഇവർക്കൊരാകാംക്ഷ, മനുഷ്യർ സാധാരണ വാസം ചെയ്യാത്ത ഈ സ്ഥലത്ത് ഇതെങ്ങനെ വന്നു? അത്യധികം ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള യോർദാൻ്റെ വൻകാട്ടിലെ ഈ മണൽക്കാട്ടിലെ ഗുഹയ്ക്കുള്ളിൽ ഇതെങ്ങനെ വന്നു? പരിസരം പരതിയപ്പോഴാണ് കണ്ടത് ഇവിടെ ഒരു പറ്റം മനുഷ്യർ പാർത്തിരുന്നു. അവരുടെ വീടുകളുടെ അവശിഷ്ടം, അവരുടെ ജീവിതചര്യയെക്കുറിച്ചൊക്കെ ഉള്ള തെളിവുകൾ, അവർ നടത്തിയ കത്തിടപാടുകൾ, ഇതൊക്കെ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ഒരു പറ്റം ആത്മീയർ വന്ന് വേറിട്ട് പാർത്ത സ്ഥലമാണ്. വേറൊന്നുകൊണ്ടുമല്ല, യെരുസലേമിലെ യഹൂദന്മാരുടെ തെറ്റായ ജീവിതചര്യകളോട് കലഹിച്ച് ഞങ്ങളിനി ആലയത്തിൻ്റെ പരിസരത്തും യെരുസലേമിൻ്റെ തിരക്കിലും ജീവിച്ചാൽ നിത്യത നഷ്ടപ്പെടും. അതുകൊണ്ട് പാപികളായി തെരുവീഥിയിൽ കേവലം മതവിശ്വാസികളായി തീരാതെ പള്ളിയിൽ യാത്രയുണ്ട്, ആരാധനയിൽ കൃത്യം പങ്കെടുക്കുന്നുണ്ട്, യാഗാദികർമ്മങ്ങളും വഴിപാടുകളും ചെയ്യുന്നുണ്ട്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവമില്ലാത്ത ഒരു ജീവിതചര്യയിലൂടെ പോകാൻ വയ്യ. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്കും ഏകാഗ്രതയ്ക്കും ഏകാന്തതയ്ക്കും വേണ്ടി കാട് കയറി ജീവിച്ച ഒരു പറ്റം സാധുക്കളായ മനുഷ്യർ അവർ മറ്റൊന്നുകൂടി ചെയ്തു. നമ്മളാരും കൊടുത്ത ഭക്ഷണം കഴിക്കില്ല. അസ്പർശ്യത കൊണ്ടല്ല, കാരണം അത് വേണം യഥാർത്ഥത്തിൽ ചെയ്യാൻ. നമ്മളോടൊക്കെ പിണങ്ങി പോകുന്നവർ പിന്നെ നമ്മളിങ്ങനെ കറങ്ങി നമ്മുടെ അടുത്ത് പണം ചോദിച്ച് നിൽക്കരുത്. പണം വാങ്ങിയില്ല, നമ്മളുടെ ഭക്ഷണം വാങ്ങിയില്ല, നമ്മൾ കൊടുത്ത വസ്ത്രം വാങ്ങിയില്ല, നമ്മളോടൊരു കടപ്പാടില്ലാതെ തികച്ചും പ്രകൃതിയോട് അനുരൂപപ്പെട്ട് അവിടെ ജീവിച്ച ഒരു പറ്റം വിശുദ്ധ മനുഷ്യരായിരുന്നവർ. അപ്പോൾ ഇവരെ കുറിച്ച് പഠിച്ച ബൈബിൾ പഠിതാക്കൾ ഇവർക്കൊരു പേരിട്ടു. ആ പേരാണ് കുമ്രാൻ സമൂഹം. കുമ്രാന് ജീവിച്ചവർ എന്ന അർത്ഥത്തിലേ. അപ്പോൾ എന്നിട്ടും ഒരു പിടി കിട്ടാതെ ജോഷുവ സമൂഹം കൂട്ടരിൽ നിൽക്കുമ്പോൾ അവർക്കിടയിലൊരു ചർച്ച വന്നു. ഒരു ഗവേഷകൻ പറഞ്ഞു, സർ, ഞാനിങ്ങനെ ഒരാളെ ബൈബിളിൽ കണ്ടിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിനകത്ത് കുറേ വസ്തുതയുടെ വെളിച്ചം വീശുന്നുണ്ട്. പറയൂ. സർ, സ്നാപക യോഹന്നാനെ കുറിച്ച് നമുക്കറിയാമല്ലോ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും നിലയങ്കി ധരിക്കുന്ന കാലത്തെ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ചുകൊണ്ട് വെട്ടുക്കിളിയും കാട്ടുതേനും ഭക്ഷിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞൊരു മനുഷ്യനെ ഓർക്കുമോ? ശരിയാണല്ലോ. യെരുശലേമിൽ അതിൻ്റെ തിരക്കിൽ ഒരു പുരോഹിതൻ്റെ മകനായി ജീവിതം ആരംഭിച്ചവൻ യോർദാൻ്റെ വൻകാട്ടിൽ
വെട്ടുക്കിളിയും കാട്ടുതീനും കൊണ്ടുള്ള ആഹാരം കഴിച്ച് അരയിൽ തോൽവാറും ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പും ധരിച്ച് ഞാനും നിങ്ങളും കൊടുത്ത വസ്ത്രം വാങ്ങാതെ, ഞാനും നിങ്ങളും കൊടുത്ത പണം വാങ്ങാതെ, കടപ്പാടില്ലാതെ പ്രസംഗം തുടങ്ങുമ്പോഴേ നമ്മെ നോക്കി വിളിച്ചു സർപ്പസന്തതികളെ. ആരും അദ്ദേഹത്തെ തല്ലിയില്ല, കല്ലെറിഞ്ഞില്ല. കാരണം അത്ര ചൈതന്യവും തേജസ്സുമായിരുന്നു ആ മുഖത്ത്. ജനം അവനെ പ്രവാചകൻ എന്ന് വാഴ്ത്തി. തങ്ങളുടെ കുട്ടികളെ പ്രാർത്ഥിച്ച് ആശീർവദിക്കാൻ ഇവിടേക്ക് ആളുകൾ കൊണ്ടുവരും. ഈ വരും വഴിക്കേ അദ്ദേഹം തലയിൽ കൈവച്ചു പ്രാർത്ഥിക്കും. തങ്ങൾ ചെയ്തു പോയ തെറ്റുകളുടെ പ്രായശ്ചിത്തത്തിനായി കരഞ്ഞു നിലവിളിക്കുന്നവരെ യോർദാനിൽ സ്നാനം കൊടുത്ത് കരയ്ക്ക് കയറ്റിവിടും. ശുദ്ധീകരണത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ പ്രതീകമായി കരയ്ക്ക് കയറ്റിവിടും. ആളുകൾക്ക് യോഹന്നാന് വലിയ മതിപ്പാണ്. ഓരോ ദിവസം കഴിയും തോറും യോഹന്നാന്റെ പ്രസംഗം കേൾക്കാൻ, യോഹന്നാന്റെ അരികിൽ പ്രാർത്ഥിക്കാൻ ആളുകൾ ധാരാളം വന്നുകൂടുന്നു. ഇതറിഞ്ഞുകൊണ്ടേ ശാസ്ത്രിമാരും പരീശന്മാരും ദേവാലയത്തിലെ പുരോഹിതന്മാരും ഒരുപറ്റ എൻക്വയറി ഓഫീസേഴ്സിനെ അവിടേക്ക് അയച്ചു, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ. അവർ വന്നിട്ട് ചോദിക്കുക, നീ ആരാ? ഒന്ന് തുറന്നു പറയൂ. നീ മശികയാണോ? നീ ഇരമ്യാവാണോ? നീ പ്രവാചകന്മാരുടെ ഒരുത്തനാണോ? ഓരോ ചോദ്യത്തിനും അല്ല 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 എന്ന് കൃത്യ ഉത്തരം പറഞ്ഞിട്ട് യോഹന്നാൻ പറയാ, പക്ഷേ ഞാൻ യാദൃച്ഛികമായി വെറുതെ ഒന്നും നിൽക്കുകയല്ല, വെറുതെ വന്നതുമല്ല, ഒരു ചരിത്ര നിയോഗം ഏറ്റെടുത്ത് വരിക. ഞാൻ ആരാണെന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടേ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാണ് ഞാൻ. എത്ര ആളുകൾ കേൾക്കുമെന്നോ എന്തെല്ലാം പ്രതികരണം ഉണ്ടാകുമെന്നോ ഒന്നും എൻ്റെ ബാധ്യതയല്ല. ഈ തിളച്ചുരുകുന്ന മരുഭൂമിയിലേക്ക് എന്നെ അയച്ചവൻ അവന്റെ വചനം ഇവിടെ നിക്ഷേപിക്കുകയാണ്. കാരണം അയച്ചവൻ അറിയാ, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം അത് മരുഭൂമിയിൽ പതിച്ചാൽ പോലും അത് ജീവസുറ്റ അനുഭവത്തോടെ അവിടുത്തെ പ്രവൃത്തി നിർവഹിക്കും. ആ വലിയ ചിന്ത, ആ വലിയ ധാരണ പ്രവാചകൻ അങ്ങോട്ട് പങ്കിടുകയാണ്. പ്രവാചകൻ ആ വസ്തുത പറഞ്ഞിട്ടപ്പോൾ ഒന്നുകൂടി വിശദീകരിച്ചു. എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, കുനിഞ്ഞവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ എന്നിലും ശക്തൻ, എന്നിലും ബലവാൻ. തേജോരൂപിയായ ചൈതന്യവത്തായ മുഖത്തോടു കൂടിയ സ്നാപകനെ കണ്ട മനുഷ്യരോർത്തു, ഇതിലും ശക്തൻ, ഇതിലും കരുത്തൻ എങ്ങനെ ആയിരിക്കും? അവൻ്റെ മുഖം കുറെ കൂടി തേജസ്സുള്ളതാകും. അവൻ ഒരു പാപിയോടും ഇടപഴകത്തില്ല. ഞാൻ കൊടുത്ത വസ്ത്രം ധരിക്കാൻ, ഞാൻ കൊടുത്ത ആഹാരം കഴിക്കാൻ, ഞാൻ കൊടുത്ത കൈനീട്ടം വാങ്ങാൻ മനസ്സില്ലാത്ത സ്നാപകനാണെങ്കിൽ അവൻ പ്രകീർത്തിക്കുന്ന തന്നിലും ബലവാനായ മശിഹാ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളുമ്പോൾ ഇതിലുമൊക്കെ വിശുദ്ധിയുടെ അങ്ങേത്തലക്കൽ വർജനമാചരിക്കുന്ന ഒരാളാകും. ജനം ശ്രദ്ധയോടെ കാത്തിരിക്കുമ്പോൾ അമ്പരപ്പിക്കുന്നൊരു പ്രതികരണം. എന്താ അത്? കൊടുംഭാവിയായ സക്കായിയുടെ വീട്ടിൽ നിന്ന് ചപ്പാത്തി കഴിച്ചിട്ട് മത്തായി എന്ന് പറയുന്ന മറ്റൊരു പാപിയുടെ തോളിൽ കൈയിട്ട് മഗ്ദലീന മറിയോട് ക്ഷേമം അന്വേഷിച്ച് കൊടും പാപികളുടെ കൂടെ കൂടി ഒരുവൻ ജനത്തിരക്കിൻ്റെ ഇടയിൽ നിന്ന് വരുന്നു. പിണക്കുണ്ടോ? അങ്ങനെ വന്നുകൊണ്ട് അവൻ അങ്ങനെ വന്നുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കുന്നത്. യോഗ്യതയല്ല നമ്മളിവിടെ ഇരുത്തിയത്. കുടുംബാവിയായിരുന്ന നമ്മുടെ ഇടയിൽ വന്ന് നമുക്കൊപ്പം ജീവിക്കാൻ അവിടുന്ന് കാട്ടിയ സൗമനസ്യത്തിൻ്റെയും താഴ്മയുടെയും പരിണിത ഫലമാ സുവിശേഷം.